ഈ ഫുഡിൻ്റെ അടി ഇതുവരെയും തീർന്നില്ല മക്കളെ, ഇങ്ങനെ അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഫാമിലി വീക്കായിട്ടും ഇഷ്ടം പോലെ ഫുഡ് ഹൗസിൽ ഈ ആഴ്ചയിൽ വരുവാണ്. എല്ലാവരും വരുന്നവരെല്ലാം ഇഷ്ടം പോലെ ഫുഡ് കൊണ്ടുവരുന്നുണ്ട്. അത് പറ്റുന്ന രീതിയിൽ എല്ലാം ഒന്നും കൊടുക്കുന്നില്ല, കുറച്ച് കുറച്ച് ഇവർക്ക് ആവശ്യത്തിനനുസരിച്ച് ബിഗ് ബോസ് സ്റ്റോർ റൂമിൽ കൊടുക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ട് മടി നിൽക്കുന്നില്ല ഗായ്സ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ചാനൽ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം. അപ്പോൾ ഇന്ന് എന്താണ് സംഭവിച്ചത്? പ്രൊമോയിൽ നമ്മൾ കണ്ടതുപോലെ ഞാൻ പ്രൊമോയുടെ വീഡിയോ ഇടാഞ്ഞത് കാരണം കൃത്യമായിട്ട് കാര്യം അറിഞ്ഞതിന് ശേഷം ലൈവ് കണ്ടതിന് ശേഷം വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. വേറൊന്നുമല്ല ഗൈസ്. അപ്പം ദിയാസനെയും ജാസ്മിൻ മൂസയും കൊണ്ടുവന്ന ആദിലയുടെ സുഹൃത്തുക്കളായ ആദിലയുടെയും നൂറയുടെയും സുഹൃത്തുക്കളായ ഇവർ കൊണ്ടുവന്ന മട്ടൻ പീസസും അതുപോലെ തന്നെ ചോറുമാണ് ഇവർ കൊണ്ടുവന്നത്. അപ്പോൾ ഈ ഒരു മട്ടൻ പീസസ് ചോറ് ഇവിടെ വെച്ചതായിരുന്നു തോന്നുന്നു. ചോറ് ഇവിടെ അനീഷ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മട്ടൺ പീസസാണ് അടിയുടെ കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഇത്ര പീസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മാത്രമുള്ള പീസ് എണ്ണയാണ് ഈ ബിഗ് ബോസ് കൊടുത്തത്. അപ്പോൾ ആ പീസ് ഓരോരുത്തർക്കും വിളമ്പി കൊടുക്കാനായിട്ട് അനുമോളെയാണ് ഏൽപ്പിച്ചത്. അനുമോളുടെ ക്യാപ്റ്റനായിട്ടുള്ള കിച്ചൺ ക്യാപ്റ്റനായ അനീഷ് പറഞ്ഞു അനുമോൾ വിളമ്പി കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അനുമോൾ ഇങ്ങനെ വിളമ്പി കൊടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഇത് ചോറ് വിളമ്പാനായിട്ട് അനുമോൾ വന്നപ്പോൾ തന്നെ ഷാനൂക്ക കുറേ ഉടക്കുമായിട്ട് നിൽക്കുന്നത്. എന്താണ് റീസൺ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഷാനവാസ് അനുമോളെ ചൊറിയുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് അവിടെയൊക്കെ നിന്ന് ചൊറിഞ്ഞത്. അപ്പോൾ എന്തായാലും വിളമ്പിക്കൊണ്ടിരുന്ന സമയത്ത് ആദ്യം എടുക്കാൻ ഭാവിച്ചു. ഈ ഒരു മട്ടൺ കൈ കൊണ്ടെടുക്കാൻ പോയിച്ചപ്പം അനുമോള് വഴക്ക് പറഞ്ഞു. അനുമോള് പറഞ്ഞു എന്താ കൈ കാണിക്കുന്നത്, നിങ്ങൾ എല്ലാവർക്കും കൊടുത്തോണ്ടിരിക്കുകയല്ലേ, ഇത് എല്ലാവർക്കും ഓരോ പീസസായിട്ട് ഞാൻ ഇടട്ടെ, എന്നിട്ട് ബാലൻസ് അനുസരിച്ച് ഉള്ളതനുസരിച്ച് ഞാൻ എല്ലാത്തിനും ഇടാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഉടനെ തന്നെ നമ്മുടെ ആര്യൻ വീണ്ടും കൈ വെച്ചിട്ട് ആ ഒരു പാത്രത്തിൽ നിന്ന് വീണ്ടും വാരിയെടുത്തപ്പോഴത്തേക്ക് അനുമോള് വഴക്ക് പറഞ്ഞു. അത് കഴിയുമ്പോൾ വഴക്ക് പറഞ്ഞപ്പോൾ അടുത്ത പാത്രത്തിൽ സെർവ് ചെയ്തിരുന്ന സാധനം വീണ്ടും എടുത്തുകൊണ്ട് ആര്യൻ ഓടിയങ്ങ് പോയി. എടുത്തുകൊണ്ട് ഓടുകയാണ് പോയത്. അപ്പോഴത്തേക്ക് അനുമോൾക്ക് വീണ്ടും ദേഷ്യം വന്നു. കാരണം നമ്മൾ ആൾക്കാർക്ക് ഈ പാത്രത്തിൽ ചോറിട്ടതിൻ്റെ മുകളിൽ ഈ ഒരു മട്ടൺ പീസ് വിളമ്പിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ അനുമോൾ എന്താരും നീ കാണിക്കണേ എന്ന് പറഞ്ഞിട്ട് ചൂടായി. അതിനുശേഷം അപ്പോഴത്തേക്ക് എന്തു ചെയ്തു, ഷാനവാസ് ഉടനെ കൈയിട്ട് വേഗം രണ്ട് മട്ടൺ പീസാന്ന് തോന്നുന്നു, 2 മട്ടൺ പീസ് കൈ കൊണ്ടെടുത്തു. അപ്പോഴത്തേക്ക് അനുമോൾക്ക് ദേഷ്യം വന്നു. അനുമോൾ എന്നാൽ നിങ്ങൾ തന്നെ ചെയ്യുമെന്നും പറഞ്ഞ് എല്ലാം അവിടെ ഇട്ടിട്ട് കളഞ്ഞിട്ട് പോയി, കരഞ്ഞുകൊണ്ടങ്ങ് ഓടിപ്പോയി. ഇതാണ് സംഭവിച്ചത്. അല്ലാണ്ട് വലിയ അടിയോ പിടിയോ എല്ലാവരും പറയുന്ന കണക്ക് അടിയോ പിടിയോ ഒന്നും നടന്നില്ല. പക്ഷേ അതിന് ശേഷം ഭയങ്കര വഴക്കുണ്ടായി ഗൈസ്. അപ്പോൾ അത് ഞാൻ പറയാം. അപ്പോൾ ഇതാണ് ഈ കിച്ചണിൽ ഇന്ന് നടന്ന വഴക്കെന്ന് പറഞ്ഞാൽ അവർ കൊണ്ടുവന്ന ഫുഡ് കൃത്യമായിട്ടുള്ള വിളമ്പുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന വഴക്കാണ്. അപ്പോൾ ഷാനവാസ് അതിനെ ഭയങ്കരമായിട്ട് അവൾ അങ്ങനെയാണ്, അവൾ തരത്തില്ല, അവൾ മുഖം നോക്കിയാണ് വിളമ്പുന്നത്, അങ്ങനെയൊക്കെയുള്ള വളരെ ഒരു എന്താ പറയുക അനുവിനെക്കുറിച്ച് ഒരു മോശം സ്റ്റേറ്റ്മെൻറ്റുകളാണ് പറഞ്ഞത്. അപ്പോൾ അത് കിച്ചണിലെ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അക്ബർ, ഒനിയൽ, അതുപോലെ തന്നെ കിച്ചൺ ക്യാപ്റ്റനെ അനീഷിനും അത് ഇഷ്ടപ്പെട്ടില്ല. അവരെതിർത്തു. അവർ പറഞ്ഞു അങ്ങനെയല്ല, അനുമോൾ എല്ലാവർക്കും കൃത്യമായിട്ട് വിളമ്പാൻ വേണ്ടിയാണ് അനുമോളെ ഏൽപ്പിച്ചത്. ഇത്ര പീസ് മട്ടനായിരിക്കും അതിനോടുള്ളത്, അധികമുണ്ടെങ്കിൽ എല്ലാവർക്കും തരാമെന്നും പറഞ്ഞല്ലേ അവൾ വിളമ്പിയത് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അങ്ങനെയല്ല, അവൾ അങ്ങനെയാണ്, അവൾ ഇങ്ങനെയാണ്. അപ്പോൾ ഉടനെ നൂറ പറഞ്ഞു അങ്ങനെയല്ല, അവൾക്ക് പോലും അവൾ ഇല്ലാതെയാണ് വിളമ്പുന്നത്, അവൾക്ക് ഉണ്ടോയെന്ന് പോലും നോക്കാതെയാണ് അവൾക്ക് നിങ്ങൾക്ക് സെർവ് ചെയ്യുന്നത്. അപ്പോൾ പറയാം അവൾ പിന്നെ മുഖം നോക്കിയാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ആദില പറയാം അത് ശരിയാണെന്ന്. അപ്പം നൂറ അനുമോളുടെ കൂടെ നിന്നു, ആദില ഷാനവാസിൻ്റെ കൂടെ നിന്നു. അതാണ് എനിക്ക് അപ്പോഴാ പ്രത്യക്ഷത്തിൽ തോന്നിയ കാര്യം. അങ്ങനെ ഭയങ്കര വഴക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഡൈനിങ് ടേബിൾ ഒന്നും എന്താ പറഞ്ഞാൽ അനുമോളങ്ങ് പോയി. അനുമോൾ അവിടെ പോയി ബെഡ്റൂമിൽ പോയിരുന്ന് കരഞ്ഞു. നൂറായും ആദിലയും അവിടെ പോയി ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ബിന്നി ചെന്ന് സമാധാനപ്പെടുത്തി. അതിനുശേഷം പിന്നീട് ഷാനവാസും കൂട്ടരും ഈ ഒരു ആര്യൻ, ഷാനവാസ്, അതുപോലെ തന്നെ ചോറുമായി എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ അനീഷ് ചോദിച്ചു നീ ചെയ്തത് മോശമാണ്, എന്തിനാണ് നിനക്ക് ഇത്ര പ്രായം പക്വതയൊക്കെ അല്ലേ, നീ എന്തിനാണ് ഇച്ചിരി നേരം വെയിറ്റ് ചെയ്തൂടെ, അത് അവൾ അങ്ങനെയാണ്, അവൾ ഇങ്ങനെയാണ്, അവൾ മറ്റേതാണ്, ഒരു ഫുഡ് കൊടുക്കുന്ന അവൾ മാന്യമായിട്ട് കൊടുക്കില്ല, അവൾ വിളമ്പുന്നത് ഇങ്ങനെയാണ്, ഇതാണ് മറ്റേതാണ് മറിച്ചാണ് എന്ന് പറഞ്ഞ് ഷാനവാസ് ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു ആർഗ്യുമെൻറ്റ്സ് ആണ് നടന്നത്. അപ്പോൾ ലാസ്റ്റ് ഭയങ്കരമായ ഒരു സംസാരം നടന്നു പറ്റില്ല. അതിനോട് ഒണിയൽ ഇടപെട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് ആര്യൻ പറഞ്ഞു. അപ്പോൾ ആര്യനോട് ചോദിച്ചു നീ എന്തിനാണ് ചെയ്തത്? അപ്പോൾ ആദ്യം ആര്യൻ എടുത്തതിന് ശേഷമാണ് ഞാൻ രണ്ടാമത് എടുത്തതെന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഷാനവാസ് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അങ്ങനെയല്ല,
മാരിൻ എടുത്തതിന് ശേഷം എന്നുള്ളതല്ല, നിങ്ങൾ രണ്ടുപേരും ചെയ്ത തെറ്റാണ്. അപ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ, ഞാൻ അതാണ് ആലോചിച്ചത്, ഒരു പയ്യൻ അവിടെ ഉണ്ട്, നമ്മുടെ ബിന്നിയുടെ ഹസ്ബൻഡ്. അയാൾ അവിടെ ഇരുന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്തൊരു അവസ്ഥയിൽ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. നമ്മളെ ഹൗസിൽ ഒരാളുണ്ടെന്ന് പോലും ആലോചിക്കാതെയാണ് ഇവർ ഇത്രമാത്രം ഒരു ഫുഡിന് വേണ്ടിയിട്ട് വഴക്കുന്നത്. അതും ഈ ഫാമിലി വീക്കിൽ ഇഷ്ടം പോലെ ഫുഡാണ്. സത്യമാണ്, അവർ ഇതുവരെ കാണാതിരിക്കുന്ന ഫുഡല്ല, ഇവർക്ക് കിട്ടാത്ത ഫുഡൊക്കെ കിട്ടുമ്പോൾ ഉള്ള ഒരു ഇൻട്രസ്റ്റാണ്, ഒരു ആഗ്രഹമാണ്. പക്ഷേ അതിന് ഇത്ര ആവേശം കാണിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം ഒരു പീസ് ഇപ്പം 10 പീസ് ഉണ്ടാവും, 10 പീസ് ഓരോരുത്തർക്കും ഓരോ പീസ് എന്തായാലും ഉണ്ടാവുമല്ലോ. 13 പേരുണ്ട്, നൂബിനയുടെ കൂട്ടി 14 പേരുണ്ടെങ്കിൽ ആ 14 പേർക്കും ഓരോ പീസ് എന്തായാലും ബിഗ് ബോസ് വെച്ചിട്ടുണ്ടാവും. പിന്നെ എക്സ്ട്രാ ഉണ്ടെങ്കിൽ അത് ആർക്കാണെന്ന് വെച്ചാൽ എക്സ്ട്രാ അനുസരിച്ച് തന്നെ എടുക്കാമല്ലോ. അപ്പോൾ അതിന് ഇത്രയും വഴക്കിടുകയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ വേണ്ട. അതിനൊരു കോണ്ടൻറ് ക്രിയേഷൻ ആവശ്യമില്ല. ഫുഡിൻ്റെ കാര്യത്തിൽ എന്തായാലും ഒരു ഷാനൂക്ക കാണിച്ച കോണ്ടൻറ്റ് അല്ലെങ്കിൽ അതിനൊരു കണ്ടൻറ് കൊടുക്കണമെന്ന് വിചാരിച്ചത് മോശമായി പോയി എന്ന് എനിക്ക് പറയാൻ പറ്റും. അതുപോലെ ആര്യനും 2 പേരും ചെയ്ത മോശമായിപ്പോയി. അപ്പോൾ എന്തായാലും അത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ 2 പേരും ചെയ്ത മോശമായി പോയി എന്ന് തന്നെയാണ് അനീഷ് പറഞ്ഞത്. നിങ്ങൾ 2 പേരും ചെയ്ത തെറ്റാണ്. 2 പേരും നീ എടുത്തോണ്ട് ഓടി, മറ്റവൻ നീ അത് കൈയിട്ട് എടുത്തോണ്ട് പോയി, അത് ശരിയായ പ്രവണതയല്ല, ഭയങ്കരമായ തെറ്റാണ് എന്ന് പറഞ്ഞു. ആ സമയത്ത് നമ്മുടെ അനിമോള് പുറത്ത് വന്നിട്ട് മാരുതിയുടെ ആ ഒരു കോർണറിൽ ഇരിപ്പുണ്ട്. മാരുതി കിട്ടാത്തതിന് വിഷമിച്ചിരിക്കുന്ന പോലെ. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നൂബിൻ ചിരിക്കുന്നുണ്ട്. കാരണം നൂബിൻ എപ്പോഴും പ്രസന്നവാനായിട്ടാണ് നമുക്ക് കാണുന്നത്. പക്ഷേ ബിന്നി പെട്ട്. കാരണം ബിന്നി ക്യാപ്റ്റനാണ്. ബിന്നി പറഞ്ഞു ഈ പ്രാവശ്യം എനിക്ക് ഒരു പണിയില്ല, ഒരു പ്രശ്നമില്ലെന്ന്. പക്ഷേ ഈ ഒരു ഫാമിലി വീക്കിൽ ഭക്ഷണത്തിൻ്റെ പേരിൽ തന്നെ വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ബിന്നിയുടെ മുഖം കണ്ടാൽ അറിയാം. ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 ദിവസം നൂബിൻ വന്നത് തന്നെ അബദ്ധമായി പോയി. നൂബിന് പോകാനും വയ്യ, ഇറങ്ങാനും വയ്യ, രക്ഷപ്പെടാനും പറ്റാത്തൊരവസ്ഥയിലായി നൂബിൻ. എന്തായാലും ലാസ്റ്റ് അനീഷ് പറഞ്ഞു, നിന്റെ തൊണ്ടേന്ന് എങ്ങനെ ഇറങ്ങുന്നടാ ഇങ്ങനെ കാണിച്ചിട്ട് എന്ന് ചോദിച്ചു. അപ്പം ഉടനെ തന്നെ ഷാനവാസ് പറഞ്ഞു, എന്നാൽ നീ എടുത്ത് വിഴുങ്ങടാ എന്ന് പറഞ്ഞു. തീരാറായായിരുന്നു, ഇത്തിരി ഉണ്ടായിരുന്നുള്ളൂ എല്ലും. അതിനകത്ത് ഇത്തിരി 2 സ്പൂൺ ചോറും ബാലൻസ് ഉണ്ടായിരുന്നു. എടുത്തങ്ങോട്ട് പടാന്ന് മേശപ്പുറത്തോട്ട് ഇട്ട് കൊടുത്തു. ആ ഒരു പ്ലേറ്റാണ് നിങ്ങൾ കാണുന്നത്. ഇതാണ് സംഭവം, അല്ലാണ്ട് വേറെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നീട് ആർഗ്യുമെൻറ്റ്സൊക്കെ ആര്യനുമായിട്ടൊക്കെ നടന്നു എങ്കിൽ പോലും ഇതായിരുന്നു അവിടെ പ്രശ്നം. പിന്നീട് ആ ഒരു സംസാരം അനീഷ് അങ്ങ് ഒരുപാട് ഒഴിഞ്ഞു. കാരണം അനീഷിനെ ഭയങ്കര മോശമായിട്ട് വഴക്കും, നീ കള്ളം പറയുന്നത്, നീ മറ്റേതാണ്, നീ കൂടുതൽ വലിയതാവളാവല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സംസാരിച്ചു. പക്ഷേ അനീഷ് പറഞ്ഞു, നീ ചെയ്ത തെറ്റാണ് ഷാനവാസ്, നീ ചെയ്ത തെറ്റാണ് എന്ന് പറഞ്ഞ് എടാന്ന് വിളിച്ച് പറഞ്ഞു, നീ എടാന്ന് എന്നെ വിളിക്കരുതെന്ന് ഷാനവാസ് പറഞ്ഞു. ശരി ഷാനവാസ് ചെയ്ത തെറ്റാണ് എന്ന്.